എടുത്ത് പറയേണ്ടത് 23, 24 പ്രതികൾ പ്രതികളെ വിദേശത്തേക്ക് കടത്താനായിട്ട് സഹായിച്ചു എന്ന് പറയുന്ന ഇവരെയാണ് പറയുന്നത്. മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാം. വിശദാംശങ്ങൾ വരുന്നുണ്ട് അഭിലാഷ്. നമുക്കിത് 14 പ്രതികൾ കുറ്റക്കാരാണ് എന്നതാണ്. പെരിയ കേസിലെ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നു. 10ാം പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യം. 14ഉം 15ഉം പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യം. 20 മുതൽ 20, 21, 22 പ്രതികളും കുറ്റക്കാർ എന്ന് കണ്ടെത്തുന്ന സാഹചര്യം. നേരത്തെ 14 പ്രതികൾ ഉണ്ടായിരുന്ന പ്രതിപട്ടിക പിന്നീട് 24ആയി മാറിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിധി പ്രസ്താവമാണ് ഉണ്ടാകുന്നത്. പെരിയ ഇരട്ട കൊലപാതകത്തിലെ വിധി പ്രസ്താവനത്തിൽ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് നവമി 14 പ്രതികൾ നിലവിൽ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രതികൾ, അതായത് 1ാം പ്രതിയായിട്ടുള്ള CPIM നേതാവ് മുതൽ കുറ്റക്കാരാണ് എന്ന കൃത്യനിരീക്ഷണത്തിലേക്ക് കോടതി പോകുന്നു. അഭിലാഷ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 20ാം പ്രതിയാണ് മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ. കുഞ്ഞിരാമനെ കുറ്റക്കാരനല്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പ്രതിയെ 2ാം പ്രതിയെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുപോയത്, ഈ കസ്റ്റഡിയിലുള്ള പ്രതിയെ വലിച്ചിറക്കിക്കൊണ്ടുപോയത് കുഞ്ഞിരാമനാണ്. 20ാം പ്രതിയായിട്ടുള്ള 20ാം പ്രതി കുറ്റക്കാരനാണെന്ന് കൂടി കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതായത് 19, 9, 11, 12, 13, 16, 18, 17, 19, 23, 24 പ്രതികൾ അതായത് കുറ്റവിമുക്തരാക്കിയവരിൽ 20ാം പ്രതിയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കുഞ്ഞിരാമൻ കുറ്റക്കാരനാണ് എന്ന നിരീക്ഷണത്തിലേക്ക് കോടതി എത്തുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെ പറയാം അഭിലാഷ്. 20ാം പ്രതിയായ കുഞ്ഞിരാമൻ, മുൻ ഉദുമ MLA കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് തന്നെയാണ്. അതായത് 2ാം പ്രതി സജി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി എന്ന കുറ്റം നിലനിൽക്കുന്നു എന്ന് CBI കോടതി വിലയിരുത്തുന്നു. കുഞ്ഞിരാമന് എതിരെ നിലവിൽ CBI ചുമത്തിയിരിക്കുന്ന കുറ്റം നിലനിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ കേസിൽ പറയേണ്ടത്. ഈ CPIMന്റെ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നത് കുഞ്ഞിരാമൻ തന്നെയാണ്. 1ാം പ്രതിയായിട്ടുള്ള പീതാംബരൻ അടക്കം CPIMന്റെ നേതാക്കളാണ് എന്ന് പറയുമ്പോൾ 1ാം പ്രതി മുതൽ 8ാം പ്രതി വരെയുള്ളവർ കുറ്റക്കാരാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. കേസിലെ 20ാം പ്രതിയായിട്ടുള്ള കുഞ്ഞിരാമനും കുറ്റക്കാരനാണ് എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. 2ാം പ്രതിയായിരുന്ന സജി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി എന്നതാണ് കുഞ്ഞിരാമനെതിരായ കുറ്റം. ആ കുറ്റമടക്കം നിലനിൽക്കുന്നു എന്ന് കോടതി നിരീക്ഷിക്കുന്നു. നവമി, അതെ, തീർച്ചയായും അഭിലാഷ്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ 20ാം പ്രതിയായിട്ടുള്ള കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് തന്നെ കോടതി കണ്ടെത്തിയിരിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. അതോടൊപ്പം 10, 14, 20 പ്രതികളാണ് ഇപ്പോൾ കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇവർക്ക് എന്ത് ശിക്ഷാവിധി ആയിരിക്കും കോടതി പ്രഖ്യാപിക്കുക എന്നതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ്. ഒപ്പം 10, 14, 15, അതോടൊപ്പം തന്നെ 20 നമുക്കറിയാം മുൻ ഉദുമ MLA KV കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിൽ 1ാം പ്രതി പീതാംബരൻ, 2ാം പ്രതി സജി ജോർജ്, 3ഉം 4ഉം പ്രതികൾ, 5ാം പ്രതി ഗിജിൻ, 6ാം പ്രതി ശ്രീരാഗ്, 7ാം പ്രതി അശ്വിൻ, 8ാം പ്രതി എന്നിവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നു. 10ാം പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യം. 14ഉം 15ഉം പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. 20ാമത്തെ പ്രതിയായിട്ടുള്ള KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്ന പശ്ചാത്തലത്തിൽ വിവിധ വകുപ്പുകൾ അടക്കമാണ് ഈ കേസിൽ ചുമത്തപ്പെട്ടിരുന്നത്. ആ കുറ്റങ്ങളിൽ ഏതൊക്കെയാണ് നിലനിൽക്കുക? കൊലപാതകം, ഗൂഢാലോചന, സംഘം ചേരൽ, തെളിവ് നശിപ്പിക്കൽ, ആയുധ നിയമം തുടങ്ങിയുള്ള വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത്. ഇതിലേതൊക്കെ വകുപ്പുകൾ ഏതൊക്കെ പ്രതികൾക്ക് നേരെ നിലനിൽക്കുന്നു, അതിനനുസരിച്ച് എത്ര വർഷത്തെ തടവ് ശിക്ഷ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ അല്പസമയത്തിനകം വ്യക്തത കൈവരാൻ സാധ്യതയുണ്ടോ? അതിനപ്പുറത്ത് പ്രതികളുടെ അവസാനത്തെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അന്തിമവാദം എന്ന നിലയിൽ പ്രതികൾക്ക് പറയാനുള്ളത് ഇനിയും കോടതി കേൾക്കേണ്ടതുണ്ടോ? ഇന്ന് തന്നെ വിധിപ്രസ്താവം ഉണ്ടാകുമോ? അതിൽ വ്യക്തത വരുന്നുണ്ടോ? ഇപ്പോൾ ഇതാ IPC 225 വകുപ്പ് KV കുഞ്ഞിരാമന് നേരെ നിലനിൽക്കുന്നു എന്നാണല്ലോ കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. നവമി, അഭിലാഷ്, IPC 225 വകുപ്പ് പ്രകാരം KV കുഞ്ഞിരാമൻ
കുറ്റക്കാരനാണെന്ന് കൂടി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത്. നേരത്തെ കോടതി കുറ്റവിമുക്തരാക്കിയവർ ആരൊക്കെയാണെന്ന് ഒന്ന് പേര് വിവരം ഒന്ന് പറയാം. 11ാം പ്രതി പ്രദീപ്, കുട്ടൻ എന്ന് വിളിക്കുന്ന പ്രദീപ്. 12ാം പ്രതി ബി മണികണ്ഠൻ, ആലക്കോട് മണി എന്ന് വിളിക്കുന്ന ബി മണികണ്ഠൻ. 13ാം പ്രതി എൻ ബാലകൃഷ്ണൻ, പെരിയ മുൻ ലോക്കൽ സെക്രട്ടറിയാണ്. 16ാം പ്രതി എ മധു, ശാസ്ത മധു എന്ന് വിളിക്കുന്ന 5ാം പ്രതി ജിജിന്റെ പിതാവാണ് എ മധു. ഒപ്പം 17ാം പ്രതി റെജി വർഗീസ്, 18ാം പ്രതി എ ഹരിപ്രസാദ്, 19ാം പ്രതി പി രാജേഷ്, 23ാം പ്രതി വി ഗോപാലകുമാർ, 23ാം പ്രതി വി ഗോപകുമാർ, 24ാം പ്രതി പി വി സന്ദീപ് എന്നിവരെയാണ് ഇപ്പോൾ കുറ്റവിമുക്തരായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 1ാം പ്രതിയായിട്ടുള്ള എ പീതാംബരൻ, മുൻ പെരിയ 225 IPC 225 ബാലകൃഷ്ണന് നേരെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന, അതോടൊപ്പം തന്നെ പിഴത്തുക ലഭിക്കാവുന്ന ശിക്ഷയാണത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഒക്കെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം നേരത്തെ ലഭ്യമായിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും കുടുംബം വിധി വന്നതിന് ശേഷം ഇപ്പോ പറഞ്ഞ പോലെ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മണികണ്ഠൻ അടക്കമുള്ള ആളുകൾ എന്താണ് നീതി കിട്ടി എന്ന് തോന്നുന്നു? നീതി കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇത്രയും വർഷം കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ? അതെ അതെ, ആഗ്രഹിച്ച പോലെ സംഭവിച്ചു. കടുത്ത ശിക്ഷ പ്രഖ്യാപിച്ചിട്ടില്ല. കടുത്ത ശിക്ഷ വേണമെന്നാണോ? കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. അതായത് കേസ് അട്ടിമറിക്കാൻ പല സമയത്തും ശ്രമിച്ചു സർക്കാർ കുറെ കളി കളിച്ചു. പ്രതികളാക്കിയവരിൽ കുറച്ചുപേരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പറയേണ്ടതില്ല. CBI വരാനൊക്കെ കുറെ കഷ്ടപ്പെടേണ്ടി വന്നില്ലേ? അതെ അതെ, കുറെ കഷ്ടപ്പെടേണ്ടി വന്നു. തീർച്ചയായും ഇതിനകത്ത് ഉന്നതതല ഗൂഢാലോചന ഉണ്ട് എന്നും CPM നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം അല്ലെങ്കിൽ CPM നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് അന്വേഷണം തൃപ്തികരമല്ല എന്നും ആദ്യം മുതൽ 2 കുടുംബവും വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി വരെ പോയി ഈ കേസിനകത്ത് CBI അന്വേഷണം വേണമെന്നുള്ള നിലപാട് 2 കുടുംബവും പാർട്ടിയും സ്വീകരിച്ചത്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ CPMന്റെയും അവരുടെ ഭരണത്തിന്റെയും നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും 1.5 കോടിയോളം രൂപ മുടക്കി സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ രഞ്ജിത് കുമാറിനെയും മനീന്ദർ സിംഗിനെയും പോലുള്ള വക്കീലന്മാരെ കൊണ്ടുവന്നത് കൂടാതെ നമ്മുടെ പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ പാർട്ടിയുടെ ഉപ്പും ചോറും കൊണ്ട് വളർന്ന് നേതാവായ ഒരു വക്കീലിനെ CK ശ്രീധരനെ വരെ ഇതിനകത്ത് നടത്തിയെടുത്തുകൊണ്ട് വലിയ ഡീല് നടത്തിക്കൊണ്ട് എന്താണ് ഡീൽ എന്ന് ഇനി CPM വെളിപ്പെടുത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അവസാനം CBI വന്നു, അന്വേഷണം വളരെ കൃത്യമായി നടത്തി. ഇന്ന് 2 കുടുംബത്തിന്റെയും പാർട്ടിയുടെയും വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള, അതായത് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, CPMന്റെ നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഇന്ന് ഈ കേസിനകത്ത് CPMന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ, ജില്ലയിലെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള ഏറ്റവും ശക്തമായ വിധി വന്നിട്ടുള്ളത്. കുറച്ചുപേരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വക്കീലും പാർട്ടിയും ബാക്കി കാര്യങ്ങളും ആലോചിച്ച് തുടർ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഞങ്ങൾ ആദ്യാവസാനം വെച്ച വാദങ്ങളൊക്കെ ശരിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഇനി ഇവർക്കുള്ള ശിക്ഷ വിധിക്കുന്ന സമയത്ത് ഏറ്റവും ശക്തമായ കടുത്ത ശിക്ഷ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. 10 പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ശിക്ഷിക്കപ്പെടുന്നവരിൽ 6 പേർ CPMന്റെ നേതാക്കൾ ആണ് എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ മുൻ MLA ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. നീതി ലഭിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണം കൃപേഷിന്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ
കുറ്റവിമുക്തരാക്കപ്പെട്ടവർക്ക് കൂടി ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളുടെ പ്രതികരണം ഇപ്പോൾ പുറത്തുവരുന്നത്. 24 പ്രതികൾ ഉണ്ടായിരുന്ന ഇരട്ട കൊലപാതക കേസിലെ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 10 പ്രതികളെ ആണ് കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുള്ളത്. ഗൂഢാലോചന, കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ളവയാണ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് നേരെ അല്ലെങ്കിൽ പ്രതികൾക്ക് എതിരെ തെളിയിക്കപ്പെട്ടത് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണമായി വരുന്നത്. 1-ാം പ്രതി CPIഎമ്മിന്റെ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായ എ പീതാംബരൻ ആണ്. പീതാംബരൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. ഉദുമ മുൻ MLAയും CPIഎമ്മിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്നു. കുഞ്ഞിരാമൻ കേസിലെ 20-ാമത്തെ പ്രതിയാണ്. 2-ാം പ്രതിയായ സജിയെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ളത് അടക്കമുള്ള കുറ്റം ആണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയുമായ K മണികണ്ഠൻ, പെരിയ മുൻ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി എന്നിവരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുമ്പോൾ 6 പേർ CPIഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ 6 പേർ കുറ്റക്കാരാണ് എന്ന് തെളിയുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ 6 CPIഎം നേതാക്കൾ ഉൾപ്പെടെ 14 പേർ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 10 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്യുമ്പോൾ ഈ വിധി പ്രസ്താവത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഞാനിപ്പോ കല്യോട്ട് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ കോടതിയുടെ വിധി ഞാൻ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് പരിപൂർണരായി സംതൃപ്തരല്ല. കാരണം 24 പ്രതികളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. 24 പ്രതികളെയും ശിക്ഷിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 14 പേര് മാത്രമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 10 പേരെ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പൊ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം കൂടുതൽ ഗൗരവമായിട്ട് ആലോചിച്ച് ഇതിന് ഞങ്ങൾ അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കും. ഇതിനകത്ത് ആദ്യം മുതൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം ഈ കൊലപാതകത്തിന് പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഈ കൊലപാതകം ആസൂത്രിതമാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പക്ഷെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും രംഗത്ത് കൊണ്ടുവരാൻ ഈ വിധിയിലൂടെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, തെളിവ് നശിപ്പിക്കാൻ വളരെ ഗൂഢമായ നീക്കം നടക്കുകയും ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ ബലാത്കാരമായി ഇറക്കിക്കൊണ്ടുപോവുകയും തെളിവുകൾ പലതും നശിപ്പിക്കുകയും ചെയ്യപ്പെട്ടു. ലോക്കൽ പോലീസ് ചാർജ് ചെയ്ത് കൊടുത്ത ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ഈ കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ഈ കേസ് CBIക്ക് വിടണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കുമ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ കോടതി പറഞ്ഞ എന്താണ്? പ്രതികളുടെ മൊഴികൾ വേദവാക്യമായി സ്വീകരിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ കുറ്റപത്രം വിചാരണയ്ക്കെടുത്താൽ പ്രതികൾ രക്ഷപ്പെടും. അതുകൊണ്ട് കുറ്റപത്രം തള്ളുന്നു, കേസ് CBIക്ക് വിടുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞാനൊന്ന് ഇടപെടുകയാണ്, ക്ഷമിക്കണം. ഇപ്പോൾ ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഒക്കെ രക്ഷിതാക്കൾ അച്ഛന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം ആവശ്യപ്പെട്ട CBI ആദ്യം സംസ്ഥാന ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോൾ CBI ക്രൈംബ്രാഞ്ച് വന്നു. ക്രൈംബ്രാഞ്ചിന് ഉദ്യോഗസ്ഥന്മാർ ഒന്ന് മാറ്റിക്കൊണ്ടിരുന്നു. 3 ആളെ മാറ്റി. രണ്ടാമത് തൃപ്തിയല്ലാതെ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണം ആവശ്യപ്പെട്ടു. CBI അന്വേഷണം അത് മുനിസിപ്പാലിറ്റി വക്കീൽ ഏറ്റെടുത്തു. നമ്മളെ കേസ് മുനിസിപ്പാലിറ്റി വക്കീലെ ആ കേസ് മുമ്പോട്ട് കൊണ്ടുപോയി സുപ്രീം കോടതി വരെ എത്തിച്ചത് CBIക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ 14 പേരെ സൃഷ്ടിച്ചതിൽ നേതാക്കന്മാർ പെട്ടു. ഈ കൂടാലയിൽ പങ്കെടുത്ത് എല്ലാം ഇത് ഒത്താശ ചെയ്ത് കൊടുത്ത ഈ KV കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ വീട്ടിൽ പോയി സ്വന്തം പിതാവിൻ്റെ ഭാര്യയോട് മൊഴി മാറ്റി പറയാൻ ഇതൊക്കെയാണ് പിതാവ്. അതുപോലെ ഇവർ കുട്ടികളെ വസ്ത്രങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി വെളുത്തുള്ളി പോയി വെളുത്തുള്ളി കത്തിച്ച് കളഞ്ഞതാണ്. വെളുത്തുള്ളി മണിയാണ് ഇത് കത്തിക്കാനും കൂട്ടുന്നത്. പിന്നെ ബാക്കി അത് ഇവർക്ക് 14 വകി ഗവൺമെന്റ് വക്കീലായിട്ട് അന്വേഷിച്ച് ഞങ്ങൾ അത് മുമ്പോട്ട് പോകും. ഗവൺമെന്റ് വക്കീൽ ആലോചിച്ചിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കോടതി വെറുതെ വിട്ടവരെയും ശിക്ഷിക്കണം എന്ന നിലപാടാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും പിതാവ് അച്ഛന്മാർ പറയുന്നത്. രാജ്മോഹൻ ഗൂഢാലോചന ചെയ്തവര് നമ്മള് ഇവിടെ അറസ്റ്റ് ചെയ്ത് കുറച്ച് ആൾക്കാർ അവരെ പിന്നെ എന്ന് പറഞ്ഞാൽ അവരെ വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ നമുക്ക് തൃപ്തിയില്ല. ഗൂഢാലോചന ചെയ്ത ഇതിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് റിമാൻഡിൽ കഴിഞ്ഞ ആൾക്കാർ വെറുതെ പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ കോടതി വന്ന ഈ 14 പേരിൽ കുറ്റം തെളിഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. 14 പേരിൽ ഗൂഢാലോചനയും
കൊലപാതക കുറ്റം തെളിഞ്ഞതായിട്ട് ബോധ്യപ്പെട്ടുമല്ലോ, അത് കോടതി പറഞ്ഞല്ലോ. അതിന് വളരെയധികം തൃപ്തരാണ്. കാരണം അത് തെളിയിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഗൂഢാലോചനയിൽ കുറച്ചാളെ രക്ഷപ്പെട്ടത് അത് അത്ര നമുക്ക് സുഖമുള്ള കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾ പ്രോസിക്യൂട്ടറായിട്ട് ഇങ്ങനെ ആലോചിച്ച് മുമ്പ് ഇങ്ങനെ വരുന്ന വഴികളൊക്കെ നമുക്ക് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിക്കും. അത് പി ആയിട്ട് ആലോചിച്ച് നമ്മൾ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ച് അതിൻ്റെ നിയമവശം നോക്കി ബാക്കി തുടർന്നോട്ടുള്ള നമ്മൾ ആലോചിക്കും. അല്ല പക്ഷേ ഈ അപ്പീൽ പോവോ മറ്റേ നമ്മൾ പി ആയിട്ട് അതായത് പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിക്കും. നിയമവശങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നതായിരിക്കും. കാരണം ഇതുവരെയും നമ്മൾ നിയമപോരാട്ടത്തിന് പിന്നിലായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാർ രക്ഷപ്പെടുന്നതിൽ വലിയ ദുഃഖമുണ്ട്. പക്ഷേ നേരെ മറിച്ച് കോടതി കുറ്റക്കാരെ കണ്ടെത്തിയതിൽ, കൊലപാതക കുറ്റം തെളിയിക്കാൻ പറ്റിയതിൽ, ഈ 14 പേർക്കെതിരെ കൊലകുറ്റം പിന്നെ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയതില്ല ഈ സന്തോഷം അല്ല, ഒരു കൃതജ്ഞതയുണ്ട്. ആ കോടതിയിൽ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ അവർ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കും വരെ നമ്മൾ പോരാട്ടം നടത്തും. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പറയാൻ. ഇതാണ് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും അച്ഛന്മാരുടെ പ്രതികരണം. ഇതുവരെ അതായത് കൊലക്കുറ്റം തെളിഞ്ഞതിൽ, ഗൂഢാലോചന തെളിഞ്ഞതിൽ ആശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ 10 പ്രതികളെ കേസിൽ വെറുതെ വിട്ടിട്ടുണ്ട്. അവർക്ക് എതിരെ അപ്പീൽ നൽകുന്നത് ഉൾപ്പെടെയുള്ളവ ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് പറയുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുള്ളത്. 20, 21, 22 പ്രതികൾക്ക് IPC 225 പ്രകാരം ഉള്ള ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്. അവിടെയാണ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേൾക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ചേരുന്നുണ്ട്. നവമി, 24 പ്രതികളുണ്ടായിരുന്ന കേസ്, അതിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം, ഗൂഢാലോചന അടക്കം തെളിയുന്നു. KV കുഞ്ഞിരാമൻ MLA അടക്കമുള്ളവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ കോടതി കുറ്റക്കാരുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവസാന വാദം കേൾക്കുകയാണ്. ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകുവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇപ്പോൾ ഈ എന്തായാലും പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ, അതോടൊപ്പം തന്നെയാണ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾ, ഒപ്പം 10, 14, 15, 20, 21, 22 എന്നീ പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഉദുമ മുൻ MLA കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യം. 225 വകുപ്പ് പ്രകാരമാണ് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇവർക്ക് നേരെയുള്ള ശിക്ഷാവിധി, അത് ഏതൊക്കെ ശിക്ഷയായിരിക്കും ഇവർക്ക് വിധിക്കുക എന്നതിൽ നമുക്ക് ഉടൻ തന്നെ അറിയാൻ കഴിയും. എന്തായാലും ഇന്ന് തന്നെയാണോ അതോ ഉച്ചയ്ക്ക് ശേഷമാണോ അതോ മറ്റൊരു ദിവസത്തേക്കാണോ ശിക്ഷ വിധിക്കുക എന്നതുകൂടിയാണ് ഇനി കാത്തിരിക്കേണ്ടത്. എന്തായാലും കുറ്റക്കാരാണെന്ന് 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ശരത് ലാലിന്റെയും കൃപേഷിന്റെയും അച്ഛന്മാർ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അവർക്ക് ഈ ഒരു വിധി, ഈ ഒരു കുറ്റമുക്തരാക്കിയവർക്കെതിരെ വലിയൊരു എതിരഭിപ്രായമുണ്ട്. കാരണം അവരും കുറ്റക്കാരാണ്. അവരെ കുറ്റവിമുക്തരാക്കിയ നടപടിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് അവരും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം തങ്ങളുടെ മക്കളെ കൊലപ്പെടുത്താൻ ഇവർക്കും ഈ കുറ്റവിമുക്തരാക്കിയവർക്കും പങ്കുണ്ട്. അവർക്കും തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം, അങ്ങനെ അവരുടെ പ്രാർത്ഥന. പക്ഷേ അതിന് വിപരീതമായിട്ടുള്ളൊരു കോടതിയുടെ നടപടിയിൽ അവർക്ക് അധിക വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പീലിന് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കുറ്റക്കാരായിട്ടുള്ള പ്രതികളെ ഉടൻ പുറത്തെത്തിക്കും. ഇനി ഇവർക്ക് എന്ത് ശിക്ഷ, ഇവരുടെ ശിക്ഷാവിധി എന്നായിരിക്കും, എന്ത് ശിക്ഷയായിരിക്കും ഇവർക്ക് നൽകുക എന്നതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. 1-ാം പ്രതിയായിട്ടുള്ള A പീതാംബരൻ മുൻ പെരിയ ലോക്കൽ സെക്രട്ടറി അംഗമാണ്. 2-ാം പ്രതി സജി C ജോർജ്, 3-ാം പ്രതി KM സുരേഷ്, 4-ാം പ്രതി K അനിൽകുമാർ, 5-ാം പ്രതി ജിജിൻ, 6-ാം പ്രതി R ശ്രീരാഗ്, 7-ാം പ്രതി അശ്വിൻ, 8-ാം പ്രതി 14 പ്രതികളാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇവർക്കുള്ള ശിക്ഷ എന്ത് എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. വികാരപരമായ ദൃശ്യങ്ങൾ ആണ്, വൈകാരികമായ ദൃശ്യങ്ങൾ ആണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഒക്കെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് അവർ കാത്തിരുന്നു. എന്താണ് തങ്ങളുടെ മക്കളെ കൊലപ്പെടുത്തിയവർക്ക് കോടതി നൽകാൻ പോകുന്ന ശിക്ഷ എന്നതായിരുന്നു അവർക്ക് അറിയേണ്ടത്. KV ബൈജു ആണുള്ളത്. ബൈജു, രാവിലെ മുതൽ
കുടുംബം കാത്തിരിപ്പിലായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് പ്രദേശത്തെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കാത്തിരിപ്പിലായിരുന്നു. അവരെയൊക്കെ ഏറെ വേദനയിലാക്കിയ കൊലപാതകമായിരുന്നു. 2 ചെറുപ്പക്കാർ അവരെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കൊലപ്പെടുത്തി. അത് വലിയ തോതിൽ കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു. ഇപ്പോഴിതാ വിധി പ്രഖ്യാപിക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ പ്രതികരണമടക്കം നമ്മൾ കേട്ടുകഴിഞ്ഞു. എന്താണ് അവിടുത്തെ സാഹചര്യം? അഭിലാഷെ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശരത് ലാലിന്റെ അമ്മ സ്മൃതി മണ്ഡപത്തിലെത്തിയതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഇവിടെ ഉണ്ട്. അല്പസമയത്തിനകം തന്നെ MP-യുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമ്പോൾ വൈകാരികമായ രംഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ സ്മൃതി മണ്ഡപത്തിൽ ശരത് ലാലിന്റെ അമ്മ ഇവിടെ നിന്നും പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളെ വിധിക്കായി ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അവർ ശരത് ലാലിന്റെ ശവകുടീരത്തിലാണ്, ഇപ്പോൾ ആ സ്മൃതി മണ്ഡപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ അത് കാണാം. അഭിലാഷ്, ഓ ഹലോ, മൈക്കില്ലേ? ആണോ? ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപത്തിൽ അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ, ബന്ധുക്കളടക്കമുള്ളവർ എത്തിയതിന്റെ ദൃശ്യങ്ങൾ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ്. എല്ലാവരും കാത്തിരിപ്പിലായിരുന്നു. എന്താണ് ഈ ഇരട്ടക്കൊലയ്ക്ക് കോടതി നൽകാൻ പോകുന്ന ശിക്ഷ എന്നതായിരുന്നു. കോൺഗ്രസ് നേതാക്കളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. 2019 ആയിരുന്നു രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ അരുംകൊല നടന്നത്. 2019 ഫെബ്രുവരി 17 കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. തുടക്കത്തിൽ പോലീസ് ആയിരുന്നു കേസിന്റെ അന്വേഷണം. പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. അന്ന് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് 14 പേർ ആയിരുന്നു. പിന്നീട് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബാംഗങ്ങൾ നടത്തിയ നിയമ പോരാട്ടം CBI അന്വേഷണം വേണമെന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷെ സർക്കാർ അടക്കം CBI അന്വേഷണത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരം, ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. അങ്ങനെയാണ് CBI കൂടി അന്വേഷണത്തിലേക്ക് എത്തിയതോടുകൂടിയാണ് 14 പേർ ഉണ്ടായിരുന്ന പ്രതിപട്ടിക 24 മാറിയത്. CPIന്റെ പെരിയ ഏരിയ സെക്രട്ടറി ആയിരുന്ന പീതാംബരൻ ആണ് കേസിലെ 1-ാം പ്രതി. പീതാംബരൻ ഉൾപ്പെടെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. കോടതി ഇവരുടെ അന്തിമവാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആണ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. സംഘം ചേരൽ, തെളിവ് നശിപ്പിക്കൽ, ആയുധ നിയമം ഉൾപ്പെടെ ഉള്ള വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം CJM കോടതിയിൽ ആയിരുന്നു CBI കുറ്റപത്രം സമർപ്പിച്ചത്. നേരത്തെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ പ്രതികരിച്ചതുപോലെ സാക്ഷികളെ വിചാരണയ്ക്കായി കോടതിയിലേക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികളെ നേരിട്ടിരുന്നു. മാത്രവുമല്ല, കോൺഗ്രസിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന അഭിഭാഷകൻ പിന്നീട് പ്രതികൾക്ക് വേണ്ടി ഹാജരായ സാധാരണമായ നീക്കങ്ങളും ഉണ്ടായി. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്മൃതി മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതികരണത്തിലേക്ക് അല്പസമയത്ത് കടക്കാം. CBI കോടതിയുടെ ഈ വിധിയിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരല്ല. കാരണം ആദ്യം തൊട്ടേ ഞങ്ങൾ പറഞ്ഞു ഈ കേസ് വളരെ ആസൂത്രിതമാണ്, ഇതിന് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാരാണ്. അതിനേക്കാൾ വലിയ ഉന്നതന്മാരുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഈ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്.
ഏത് കൊലപാതകം നടന്നാലും പാർട്ടി പറയാറുണ്ട് ഞങ്ങളല്ല ഈ കൊല നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ വിധി പ്രസ്താവിച്ച പശ്ചാത്തലത്തിൽ ഞാൻ പറയാം, കേരള ഗവൺമെന്റ് ധാർമ്മികത എന്ന് പറയുന്നുണ്ടെങ്കിൽ രാജിവെക്കണം. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് മനുഷ്യന്റെ ജീവൻ എടുത്ത പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിൽ നിന്ന് ചെലവാക്കിയത്. മാത്രമല്ല ഈ കേസ് ആദ്യം മുതൽ അട്ടിമറിക്കാൻ ശ്രമിച്ചത് കേരള ഗവൺമെന്റ് ആണ്. 2-3 ഏജൻസികളെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിച്ചിട്ട് അവസാനം ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടുകൊടുത്ത് ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം കോടതിയിൽ കൊടുത്തത്. ആ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിനെതിരെയാണ് ഈ കുടുംബം നീതിക്ക് വേണ്ടി പോരാട്ടം തുടങ്ങിയത്. അന്ന് എറണാകുളത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഈ തരുണത്തിൽ വളരെ പ്രസ്താവ്യമാണ്. പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചിട്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ കുറ്റപത്രം വിചാരണയ്ക്കെടുത്താൽ പ്രതികൾ രക്ഷപ്പെടും. അതുകൊണ്ട് കുറ്റപത്രം റദ്ദു ചെയ്യുന്നു, കേസ് CBIക്ക് വിടുന്നു. സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ചു. അത് കഴിഞ്ഞ് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. എല്ലാ കോടതികളും ഈ കേസ് CBIക്ക് വിടണമെന്ന് വാദിച്ചു. അവസാനം സർക്കാർ ആ രംഗത്ത് പരാജയപ്പെട്ടു. വീണ്ടും കേസ് നടത്താൻ ഒരു ചതിയൻ ചന്തുവിനെയാണ് അവർ ചുമതലപ്പെടുത്തിയത്. ഈ കല്ലോട്ട കുഞ്ഞുങ്ങളോടൊപ്പം കിടന്നുറങ്ങിയിട്ടുള്ള ഇവരുടെ മുഴുവൻ കുടുംബ ചരിത്രവും അറിയാവുന്ന ഒരാള് CK ശ്രീധരൻ, അയാളെ വിലക്കെടുത്ത് അയാളെ കൊണ്ടാണ് ഈ കേസ് വാദിപ്പിച്ചത്. ഈ കേസ് വിജയിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം അതുകൊണ്ട്. അപ്പൊ CK ശ്രീധരൻ എടുക്കുന്ന എല്ലാ കേസും വിജയിക്കും. പക്ഷേ അയാൾ വാദിച്ച പരാജയപ്പെട്ട കേസുകളുടെ മുൻപന്തിയിൽ ഇതാ കല്യോട്ടെ കേസ് വന്നിരിക്കുന്നു. CK ശ്രീധരൻ ഇനി ഒരു വിജയിയല്ല, ഒരു പരാജിതനാണ്. പക്ഷേ ഈ കേസിൽ ഞങ്ങൾ പരിപൂർണമായി സംതൃപ്തരല്ല. കാരണം ഗൂഢാലോചനയുടെ ഭാഗത്ത് ശിക്ഷിക്കപ്പെടേണ്ട പ്രതികൾക്ക് വേണ്ടത്ര ശിക്ഷ വിധിച്ചതായി ഞങ്ങൾ കാണുന്നില്ല. എന്നാലും ഞങ്ങളുടെ വാദം ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ കൊലപാതകത്തിന് പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. ഒരു മുൻ MLA KV കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും നിരവധി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പ്രതിയായ ഈ കൊലക്കേസിന്റെ വിധി വന്നതോടുകൂടി ആസൂത്രിതമായിട്ടാണ് ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്നൊടുക്കിയത് എന്ന് തെളിഞ്ഞു. ഇനി ഈ കേരളത്തിൽ ഒരു കുടുംബത്തിനും ഇത്തരം ഒരു ഗതികേട് വരാതിരിക്കണമെങ്കിൽ ഈ പ്രതികൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കണം. വധശിക്ഷ അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം, അതുപോലെ തന്നെ ജീവപര്യന്തം. ഇതിൽ ആദ്യത്തെ പ്രതികൾക്ക് വധശിക്ഷ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇരട്ട ജീവപര്യന്തം പ്രതീക്ഷിക്കുന്നു. പിന്നെ ജീവപര്യന്തം പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ വെറുതെ വിട്ട പ്രതികൾക്കെതിരെ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ട് അപ്പീലുമായി മുന്നോട്ട് പോകും. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾ 14 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 10 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികളെ രക്ഷപ്പെടുത്താൻ ചെലവാക്കിയ പണം, സർക്കാരിന്റെ പണം CPM തിരിച്ചടക്കാനുള്ള സാമാന്യമായ മര്യാദയെങ്കിലും കാണിക്കണം. ഇത്തരത്തിൽ മനസാക്ഷി മരവിച്ച ആളുകളായി CPM നേതാക്കന്മാർ മാറാൻ പാടില്ല എന്നുകൂടി പറയുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? അങ്ങനെ പെട്ടെന്ന് ചിത്രത്തിൽ നിന്ന് പോകുന്ന ആളുകളാണോ CPM? ഇത്രയധികം തീർച്ചയായിട്ടും ഇതുവരെ ഈ കൊലപാതകത്തിന് ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങളിലും ഈ രണ്ടുപേരുടെയും കുടുംബത്തോടൊപ്പം, അവരുടെ ആ നാട്ടിലെ ജനങ്ങളോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നു. ഈ നിമിഷം വരെ പാർട്ടി ഉണ്ടായിരുന്നു. തീർച്ചയായും എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ കുടുംബത്തോടൊപ്പം ആലോചിച്ച്, അഭിഭാഷകരുമായി ആലോചിച്ച് പാർട്ടി നേതൃത്വം അതിന് ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏറ്റവും എന്താണ് ഇവർക്കൊക്കെ ഏത് രീതിയിലാണ് ഒരു മനസാക്ഷിയില്ലാത്ത പ്രവർത്തനമല്ലേ ശ്രീധരന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്? ഈ അഭിഭാഷകനായി ഈ കൊലപാതകം മുഴുവൻ നടക്കുന്ന സമയത്തും ഈ കൊലപാതകം നടന്നതിന് ശേഷം എന്തായാലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണത്തിൽ ഇപ്പോൾ വെറുതെ വിട്ടിട്ടുള്ളവർ കൂടി കുറ്റക്കാരാണ്, അവർക്കും കൂടി ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് എന്ന പ്രതികരണം പുറത്തു വരുമ്പോൾ ഇതിൽ അപ്പീൽ പോകും എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ 14 പ്രതികൾ ആണ് കുറ്റക്കാർ എന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കേസിൽ 10 പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യം ആണ് ഉള്ളത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് എതിരെ
കൊലക്കുറ്റം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയം രണ്ടാം പ്രതി സജി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പറഞ്ഞിരുന്ന നേതാക്കള് ഇപ്പൊ ഒരു മുൻ MLA മുൻ MLA ഉൾപ്പെടെ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ ഇതിൽ ഇൻവോൾവ് ആണ് എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് ആശ്വാസം. പക്ഷേ ഇവരെല്ലാം ജനങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് വരുന്നവര് ഇതുപോലുള്ള ക്രൂരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ആ മാതാപിതാക്കള് ഇതിനുവേണ്ടി കരയുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ചെറുപ്പക്കാരായ ആളുകളെ ഇല്ലാതാക്കാനായിട്ട് ഇത്തരം ഗൂഢാലോചന നടത്തി പ്രവർത്തിച്ച ഇവർക്കെതിരെ ഇത്തരം ഒരു നടപടിയല്ല, ഇതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നല്ല സങ്കടമുണ്ട്. പോകുമെന്നാണ് സർക്കാർ കുടുംബം പറയുന്നത്. തീർച്ചയായിട്ടും അപ്പീല് പോകേണ്ടതുണ്ട്. നമ്മളിത് വിശദമായിട്ട് പഠിച്ചിട്ട് തീർച്ചയായിട്ടും അപ്പീല് പോകേണ്ടതുണ്ട്. 24ഓളം കുറ്റവാളികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10 പേരെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ അത് തെറ്റായ നടപടിയാണ് എന്നാണ് എന്റെ പക്ഷം. കോൺഗ്രസ് വളരെ വൈകാരികമായി കൂടെ നിന്നതാണല്ലോ ഈ കുടുംബത്തിനൊപ്പം. ഇനിയും അപ്പീല് പോകുന്ന ഉൾപ്പെടെ എല്ലാ കാര്യത്തിനും പാർട്ടി തന്നെ തീർച്ചയായിട്ടും അവരെ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോകും, സംശയമില്ല. എന്തായാലും അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും ശിക്ഷ വിധിക്കുക. 14 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അടുത്ത ചൊവ്വാഴ്ച ഈ 14 പേർക്കുള്ള ശിക്ഷ കോടതി വിധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. അടുത്ത ചൊവ്വാഴ്ച ആണ് കോടതി ഇവർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി നവമി ചേരുന്നുണ്ട്. നവമി, ഇവർക്കുള്ള ശിക്ഷ ഉടൻ എന്നാണ് വിധിക്കുക? ജനുവരി 3 എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ജനുവരി 3 ഇവരുടെ ശിക്ഷ വിധിക്കുക. അതായത് ഈ പ്രതികളുടെ ശിക്ഷാവിധി ഇപ്പോൾ തന്നെ കുടുംബം ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ഒരു കുറ്റമുക്തരാക്കിയവരെ ഉൾപ്പെടെ അതിൽ ചെറിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് അപ്പീൽ നൽകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് കൂടിയാണ് അല്പസമയം മുമ്പ് ഹൈബിയുടെ MP ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും ഈ പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു. അതിൽ ഈ പ്രതികളെല്ലാം തന്നെ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളായിരുന്നു കോടതിക്ക് മുന്നിൽ പറഞ്ഞത്. പ്രായം ചെന്ന മാതാപിതാക്കളും കുട്ടികളുമുണ്ട് എന്ന് പറയുന്നുണ്ട്. 18 വയസ്സിൽ ജയിലിൽ കയറിയതാണെന്ന് 7ാം പ്രതി അശ്വിനും പറയുന്നുണ്ട്. പട്ടാളക്കാരനാകാനാണ് ആഗ്രഹിച്ചത്. വീട്ടുകാരെ 6 വർഷമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. ഡിഗ്രിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ രോഗിയാണെന്നും കൂടി ഈ 8ാം പ്രതി അശ്വിൻ കോടതിയിൽ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ വളരെ വൈകാരികമായാണ് 15ാം പ്രതി കോടതിയിൽ പ്രതികരിച്ചത്. കൊലപാതകത്തിൽ പങ്കില്ല എന്നുള്ളൊരു വലിയ വൈകാരികമായിട്ടുള്ള കരഞ്ഞുകൊണ്ടാണ് കോടതിയിൽ പ്രതി പറഞ്ഞത്. കൊലപാതകത്തിൽ പങ്കില്ല, ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണം, വധശിക്ഷ നൽകണം എന്നൊക്കെയാണ് 15ാം പ്രതി പറഞ്ഞത്. അതൊരു വൈകാരികമായിട്ടുള്ള പ്രതികരണമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെ എന്തായാലും ഈ ഏറെ കോളിളക്കം സൃഷ്ടിച്ച പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ അതിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ, ഒപ്പം 11 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ചില പ്രതികളെ വെറുതെ കുറ്റവിമുക്തരാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ ഉദുമ MLA ആയ കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് കൂടി കോടതി കണ്ടെത്തുന്നു. 20ാം പ്രതിയാണ്, കുറ്റക്കാരനാണെന്ന് കൂടി കണ്ടെത്തുന്നു. അത് ഏറെ നിർണായകമാണ്. ഈ പ്രതിയാക്കപ്പെട്ടവരെല്ലാവരും തന്നെ പാർട്ടിയുടെ പ്രവർത്തകരും, പാർട്ടിയുടെ സജീവ പ്രവർത്തകരും, ലോക്കൽ സെക്രട്ടറിമാരടക്കം, ഒപ്പം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം പാർട്ടിക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള വ്യക്തികളാണ്. ഇവർ തന്നെയാണ് ഇതിലെ പ്രതികളാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 1 മുതൽ 8 വരെയും, ഒപ്പം 10, 14, 15, 20, 21, 22 പ്രതികളാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. 10ാം പ്രതി T. രഞ്ജിത്ത്, 14ാം പ്രതി മണികണ്ഠൻ, 21ാം പ്രതി രാഘവൻ വെളുത്തോളി, 22ാം പ്രതി ഭാസ്കർ വെളുത്തോളി എന്നിവരെയാണ് പ്രധാനമായും കോടതി കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 20ാം പ്രതി മുൻ ഉദുമ MLA
KV കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഈ വെറുതെ വിട്ട ഈ കുറ്റവിമുക്തരാക്കിയ പ്രതികളെ അവർക്കെതിരെ അപ്പീൽ നൽകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ചില അതൃപ്തിയുണ്ട്. ഇവരെ തന്റെ മക്കളെ കൊലപ്പെടുത്തുന്നതിന് ഇവർക്ക് പ്രധാന പങ്കുണ്ടെന്ന് CBI കണ്ടെത്തിയതാണ്, പ്രതിപട്ടികയിൽ ചേർത്തവരാണ്. പക്ഷേ കോടതി ഇവരെ കുറ്റവിമുക്തരാക്കിയതിൽ കുടുംബത്തിന് വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പീൽ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണമായിരുന്നു പ്രതികൾ കോടതിക്കുള്ളിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ശിക്ഷാവിധി 3-ന് പ്രഖ്യാപിക്കുമ്പോൾ ഏതൊക്കെ വിധികൾ എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ കുറ്റങ്ങളായിരിക്കും, ഏതൊക്കെ വിധിയായിരിക്കും, ഇവരെത്ര ജീവപര്യന്തമടക്കം അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തമടക്കമുള്ള ഇവർക്കെതിരെ ചുമത്തുമോ എന്നതെല്ലാം നമുക്ക് 3-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ പ്രതികളെ 1-ാം പ്രതി 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ജനുവരി 3-നാണ് പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ചയാണ് ശിക്ഷ. അതായത് 14 പേർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുമ്പോൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണത്തിന് ഒരുങ്ങുന്നു. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആയിരുന്നു 2019 കൊല്ലപ്പെട്ടത്. കൃപേഷും ശരത് ലാലും. തീർച്ചയായിട്ടും 14 പേര് ശിക്ഷിക്കപ്പെടുകയാണ്. ഈ കേസിനകത്ത് ഈ 14 പേർ മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നത്. ഈ 14 പേർക്കൊപ്പം ശിക്ഷിക്കപ്പെടുന്നത് CPM-ന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയവും കൂടിയാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഇതിനകത്ത് കോടതി ശിക്ഷ വിധിക്കാതിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എതിരായിട്ടുള്ള നിയമ പോരാട്ടം പ്രസ്ഥാനവും ആ കുടുംബത്തോടൊപ്പം നിന്ന് തുടരുക തന്നെ ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ തന്നെ CPM പറഞ്ഞത് ആ 2 ചെറുപ്പക്കാരുടെ കൊലപാതകത്തിനകത്ത് അവർക്ക് പങ്കില്ല എന്നാണ്. ഒരു മുൻ MLA-യും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും DYFI-യുടെ മുൻ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM-ന്റെ ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറിയും CPM-ന്റെ 2 ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിമാരും അടക്കമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുമ്പോഴെങ്കിലും ഇത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് അംഗീകരിക്കാനുള്ള ബാധ്യത CPM എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രീയ സംഘടന ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കാട്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ കാലത്തും കൊലയാളി രാഷ്ട്രീയത്തെ, കൊലപാതക രാഷ്ട്രീയത്തെ, കൊലയാളികളെ സംരക്ഷിച്ചു നിർത്തുന്ന കൊലയാളികളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹം നടത്തിയിട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. 2 കോടിയോടടുത്ത് രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് ഈ കൊലയാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം, CBI എത്താതിരിക്കുവാൻ വേണ്ടി മാത്രമായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ 2 അമ്മമാർ, ആ അമ്മമാരുടെയും സത്യേട്ടനും കൃഷ്ണേട്ടനും അടക്കമുള്ള 2 പിതാക്കന്മാരുടെയും അമൃതയും കൃഷ്ണപ്രിയയും അടക്കമുള്ള 2 സഹോദരിമാരുടെയും കണ്ണീരിന് മുകളിലല്ല സർക്കാർ കോടാനുകോടി രൂപ മുടക്കി കേരളത്തിലേക്ക് എത്തിച്ച, കോടതികളിലേക്ക് എത്തിച്ച രഞ്ജിത് കുമാറും മനീന്ദർ സിംഗും അടക്കമുള്ള ആളുകളുടെ നിയമപാണ്ഡിത്യം എന്നുകൂടി ഇവിടെ തിരിച്ചറിയപ്പെടുകയാണ്. സർക്കാർ എന്ത് നാറിയ കളികൾ കളിച്ചു. കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീധരൻ വക്കീൽ, അദ്ദേഹം ആലോചിക്കേണ്ടത്, കോൺഗ്രസിനോടൊപ്പം നിന്ന കുടുംബത്തിന്റെ വിശ്വാസ്യത മുഴുവൻ നേടി ചീമേനിയിൽ തുടങ്ങിയ ശ്രീധരൻ വക്കീൽ പെരിയയിൽ ഒടുങ്ങിയെന്ന് അദ്ദേഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വക്കീൽ പ്രൊഫഷൻ ആ അമ്മമാരെ ക്രോസ് ചെയ്യുന്ന സാഹചര്യം വരെ ഇടതുപക്ഷത്തിനോടൊപ്പം പോയ ആ വക്കീൽ നടത്തിയിട്ടുണ്ട്. ഇനിയും തൊട്ട് ശ്രീധരൻ വക്കീൽ കഴിക്കുന്ന ഓരോ വറ്റ് ചോറിനകത്തും ശരത്തിന്റെയും കൃപേഷിന്റെയും തകർന്നു തെറിച്ച മാംസത്തിന്റെയും രക്തത്തിന്റെയും ഗന്ധമുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ശ്രീധരൻ വക്കീലിനെ പോലുള്ള ഒറ്റുകാർക്ക് കൂടി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഈ വിഷയത്തിനകത്ത് കുടുംബവും പാർട്ടിയും എടുത്തിട്ടുള്ള നിലപാട്, CBI-യെ കൊണ്ടുവരുന്നതിനകത്ത് എന്തിനാണ് CBI കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ക്രൈംബ്രാഞ്ചും സ്റ്റേറ്റ് പോലീസും അന്വേഷിച്ച കേസിനകത്ത് ഒരിടത്തും മുൻ MLA കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ CBI വന്ന് നടത്തിയ അന്വേഷണം, അത് പാർട്ടിയും ആ കുടുംബവും നടത്തിയ നിയമപോരാട്ടത്തിലൂടെ ഈ കോടാനുകോടിയുടെ പൊതുഖജനാവിലെ പണമെടുത്ത് അപ്പുറത്ത് തുലാസിൽ വെച്ചിട്ട് ഇപ്പുറത്ത് പാർട്ടി പ്രവർത്തകർ പിരിച്ചു കൊടുത്ത ആ പണം കൊണ്ടുവന്ന അഭിഭാഷകർ നടത്തിയ നിയമപോരാട്ടത്തിൽ CBI വരികയും ആ CBI-യുടെ ഫൈൻഡിങ്സിനനുസരിച്ചാണ്
കുഞ്ഞിരാമൻ അടക്കമുള്ള കൊലയാളികളെ സംരക്ഷിച്ച നേതാക്കന്മാർക്കെതിരായിട്ട് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യത്തിനകത്ത് സന്തോഷമുള്ളത്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രതിക്ക്, ഇതിനകത്ത് ചില പ്രതികളുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളുകളുടെ കല്യാണം ഉണ്ടായിട്ടുണ്ട്, ചില മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കല്യാണത്തിനും മരണത്തിനും പോലും ഈ കൊലയാളികളെ ജാമ്യത്തിൽ വിടാതിരിക്കുവാൻ വേണ്ടുന്ന നിയമ പോരാട്ടവും ജാഗ്രതയും പ്രസ്ഥാനം നടത്തിയതിനകത്ത് ഈ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കുന്ന ഒരാളെന്ന നിലയിൽ അഭിമാനമാണുള്ളത്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തം ചീന്തുന്ന ആളുകൾക്ക് നീതി കൊടുക്കുവാൻ ഈ പ്രസ്ഥാനം എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന കേസ് കൂടിയാണ് പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിന്റെ കേസ്. തീർച്ചയായിട്ടും നമ്മളത് നിയമ പോരാട്ടം തന്നെ നടത്തും. ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയമായും നിയമപരമായും പോരാടി. രാഷ്ട്രീയമായ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് വലിയ വിജയമുണ്ടായി. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ ഒരു കൊടിയൊന്ന് കെട്ടിയതിന്റെ പേരിലാണല്ലോ പാർട്ടി ഗ്രാമമായ പെരിയയിൽ ആ 2 ചെറുപ്പക്കാരെ നിഷ്ഠൂരം കൊന്നത്. അവിടെ നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ആ രാഷ്ട്രീയം ജനങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ടാണ് ആ പഞ്ചായത്ത് ഇന്ന് UDF ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 14 പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനോടൊപ്പം രക്ഷപ്പെട്ട മുഴുവൻ ആളുകളും രക്ഷപ്പെട്ടു എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. എങ്ങനെയാണോ ഇതുവരെ ഈ കേസിനെ ഫോളോ അപ്പ് ചെയ്തത്, ഒട്ടും മടിയില്ലാതെ മടുപ്പില്ലാതെ ഞങ്ങൾക്ക് ഇപ്പുറത്ത് വയ്ക്കാൻ കോടാനുകോടി രൂപയുടെ ഖജനാവിലെ പൊതുപണമില്ല ചെലവഴിക്കാൻ. പക്ഷേ ഞങ്ങളുടെ സാധാരണ പ്രവർത്തകർ, അന്നന്നത്തെ പണിക്ക് പോകുന്നവർ, ആ പണിക്ക് പോകുന്നതിൻ്റെ ഒരു വിഹിതം കൊടുത്തിട്ടും ഞങ്ങൾ ഈ കേസിനകത്ത് വെറുതെ വിട്ട ആളുകൾക്കെതിരായിട്ടുള്ള നിയമ പോരാട്ടം തുടരും. അത്തരം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ 2 ചെറുപ്പക്കാർ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ചെറുപ്പക്കാർ എന്നല്ല, ഒരു പ്രായത്തിൽപ്പെട്ടവരും കൊല്ലപ്പെടുവാൻ പാടില്ല. ഞങ്ങളുടെ 2 ചെറുപ്പക്കാർ, ഞങ്ങളുടെ 2 സഹപ്രവർത്തകർ, ആ 2 സഹപ്രവർത്തകരെ കൊന്ന കേസിനകത്ത് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നു. ഒറ്റുകാരുടെ അവസ്ഥ എന്താ? അതാ ഞാൻ പറഞ്ഞത്. ശ്രീധരൻ വക്കീലിനെ നാടറിഞ്ഞത് ചീമേനി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ ചീമേനി കേസിൽ തുടങ്ങിയ ശ്രീധരൻ വക്കീൽ പെരിയ കേസിൽ ഒടുങ്ങിയില്ലേ? അതുതന്നെയാണ് ഒറ്റുകാരുടെ സ്ഥിതി, അതുതന്നെയാണ്. അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഈ ദിവസം കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇതിനപ്പുറം ആരാണ് ഇനി ശിക്ഷിക്കപ്പെടേണ്ടത്? ഇതിനപ്പുറം ഇനി ആരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്? ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, മുൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, DYFI മുൻ ജില്ലാ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ. ഇതിനപ്പുറം പാർട്ടിക്ക് എന്ത് ഇൻവോൾവ്മെന്റ് ആണ് വേണ്ടത്? ഇനിയും പണ്ട് വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നതുപോലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നേരിട്ടിറങ്ങി നടത്തുന്ന കൊലപാതകങ്ങൾ മാത്രമേ പാർട്ടി കൊലപാതകമായിട്ട് അംഗീകരിക്കത്തുള്ളൂ എന്നൊരു തീരുമാനം, രാഷ്ട്രീയ തീരുമാനം CPM-നകത്തുണ്ടോ? ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ വലിയ പിന്തുണ കിട്ടിയില്ലേ? ഇനിയെങ്കിലും ആ പണം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ നാട്ടിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആ കോടതിയിൽ ചെലവഴിച്ച പൊതുഖജനാവിലെ പണം തിരിച്ചടയ്ക്കേണ്ട ആ പാർട്ടി, തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ആ പാർട്ടിക്കില്ലേ? നിങ്ങളിന്ന് ചോദിക്കേണ്ട ചോദ്യം അതാണ് മുഴുവൻ CPM-ന്റെ നേതാക്കന്മാരോട്. പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തിട്ട് CBI കൊണ്ടുവരാതിരുന്നു. പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത്? CBI വന്നതാണ് ശരിയെന്ന് ഇന്ന് നീതിപീഠം തന്നെ പറയുകയല്ലേ. അതിനകത്ത് CPM-ന് എന്താ പറയാനായിട്ടുള്ളത്? ഇത് CPM നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിന് സർക്കാർ ഫണ്ടിന്റെ മാൻഡേറ്റ് കൂടി കൊടുത്ത് ജയിലിലടക്കം ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളെ പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. ഒരു പാർട്ടി, നാട് ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി പറയുക, നിങ്ങൾ ആളെ കൊന്നോളൂ, സംരക്ഷണമായി ഞങ്ങളുണ്ട്, അതിന് പൊതുഖജനാവിൽ നിന്ന് പണമെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന അതിക്രൂരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അതിനൊക്കെതിരെ ഉണ്ടായ വിധിയാണിത്. അതാ ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, 14 പ്രതികൾ മാത്രമല്ല, CPM-ന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കൽ രാഷ്ട്രീയവും കൂടിയാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത്. സർക്കാരിന്റെ സഹായം പരമാവധി ഉണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ കേസിനകത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ, മുൻ MLA കുഞ്ഞിരാമനെ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ കേസ് ഫയൽ എടുത്തു നോക്കൂ, നിങ്ങൾ ലോക്കൽ പോലീസിന്റെ കേസ് ഫയൽ എടുത്തു നോക്കൂ, അതിനകത്ത് കുഞ്ഞിരാമൻ പ്രതിയല്ല. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പ്രതിയല്ലെന്ന് പറയുന്ന ആളെ ശിക്ഷിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ അന്വേഷണം ഏത് വിധേനയായിരുന്നു? 1 തൊട്ട് 8 വരെയുള്ള പ്രതികൾ എന്ന് പറഞ്ഞ എക്സിക്യൂഷൻ. 2019 ഫെബ്രുവരി 17-നായിരുന്നു കല്യാട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ടത്. ആ കേസിൽ ആണ് ഇപ്പോൾ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ഗൂഢാലോചന, കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കും എന്നുകൂടി കോടതി കണ്ടെത്തുന്ന സാഹചര്യമുണ്ടാകുന്നു.
CPIM പെരിയ ഏരിയ സെക്രട്ടറിയായിരുന്ന പീതാംബരൻ ഒന്നാം പ്രതിയായിട്ടുള്ള കേസിൽ നിരവധി പ്രാദേശിക നേതാക്കളും ഉൾപ്പെട്ടിരുന്നു. 6 നേതാക്കൾ, അതായത് ഇപ്പോൾ 14 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുമ്പോൾ അതിൽ 6 പേർ CPM-മായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോ CPM-ന്റെ